നമസ്കാരം. ദേവസേനയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണാവതാരത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ജഗത് ഗുരുവാണ് ശ്രീകൃഷ്ണൻ. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭൂമി അധർമ്മത്താൽ നിറഞ്ഞപ്പോൾ ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചു എന്നാണ് പുരാണം. രാജാവായിരുന്നു. കംസന്റെ തടവറയിൽ ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി നാളിൽ രോഹിണി നക്ഷത്രത്തിൽ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. കംസനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പിതാവ് വസുദേവർ ശ്രീകൃഷ്ണനെ അമ്പാടിയിലെ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തെത്തിച്ചു. അമ്പാടിയിലെ പൈക്കളെ മേച്ചും വെണ്ണ കവർന്നും ശ്രീകൃഷ്ണൻ തൻ്റെ ലീലകൾ തുടർന്നു. കംസവധം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെ നീളുന്ന ശ്രീകൃഷ്ണന്റെ ജീവിതം തിന്മയെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായിരുന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആധുനിക കാലത്തും പ്രസക്തമായ നിരവധി പാഠങ്ങൾ അതിലുണ്ട്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചു. സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും അവർ അധർമ്മത്തിന്റെ പക്ഷത്താണെങ്കിൽ അവരെ എതിർക്കണമെന്ന് അർജുനനെ ഉപദേശിച്ചതിലൂടെ നീതിക്കും സത്യത്തിനുമാണ് പ്രധാന സ്ഥാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശ്രീകൃഷ്ണന്റെ ജീവിതം നോക്കിയാൽ കാണാം, ജനനം തടവറയിൽ, കുട്ടിക്കാലം വധശ്രമങ്ങൾക്കിടയിൽ, യൗവനം യുദ്ധങ്ങൾക്കിടയിൽ. എന്നാൽ ഒരു ചിത്രത്തിലും കൃഷ്ണൻ കരയുന്നതായി നാം കാണാറില്ല. എല്ലാ പ്രതിസന്ധികളെയും പുഞ്ചിരിയോട് നേരിടാനുള്ള മനക്കരുത്ത് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒരു ചക്രവർത്തിയായിരിക്കുമ്പോഴും തൻ്റെ ദരിദ്രനായ പഴയ സുഹൃത്ത് കുചേലനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ കൃഷ്ണന് മടിയുണ്ടായില്ല. പദവിയോ സമ്പത്തോ അല്ല, ഹൃദയശുദ്ധിയാണ് സൗഹൃദത്തിന് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ അവയെ എങ്ങനെ ബുദ്ധിപൂർവ്വം മറികടക്കാമെന്ന് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധമെടുക്കാതെ തന്നെ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് അദ്ദേഹം പാണ്ഡവരെ വിജയത്തിലെത്തിച്ചു. ജീവിതത്തിൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ശ്രീകൃഷ്ണനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് മനഃശാസ്ത്രപരമായ ഒരു വഴികാട്ടിയാണ്. വായുവിനെ പോലെ ചഞ്ചലമായ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിയന്ത്രിക്കാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നു. ഈശ്വരനിലേക്ക് എത്താൻ സ്നേഹവും അറിവും, അതായത് ഭക്തിയും ജ്ഞാനവും ഒരുപോലെ പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ലോകത്ത് കൃഷ്ണന്റെ സാക്ഷിഭാവം വളരെ പ്രസക്തമാണ്. ലോകം ഒരു സ്റ്റേജാണെന്നും നാം ഓരോരുത്തരും ഓരോ വേഷങ്ങൾ അഭിനയിക്കുകയാണെന്നും തിരിച്ചറിഞ്ഞാൽ അനാവശ്യമായ ആകുലതകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. ഒരു ഭരണാധികാരിയായും മകനായും സുഹൃത്തായും കാമുകനായും ഗുരുവായും ശ്രീകൃഷ്ണൻ ജീവിച്ചു. ജീവിതത്തെ അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ആസ്വദിക്കാനും എന്നാൽ ഒന്നിലും അമിതമായി ആസക്തനാകാതിരിക്കാനുമാണ് കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതകഥ ഒരു പ്രത്യേക പങ്ക്തിയായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ജീവിതകഥ വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.